പ്രിയപ്പെട്ടവരെ, ഇന്ന് മുൻ നിലമ്പൂർ MLA ശ്രീ PV അൻവർ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം മൈക്കും കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞതാണ്, കോലും കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞതാണ്, അല്ലാതെ ഒരു പ്രസ് മീറ്റ് വിളിച്ചതല്ല. എന്നാൽ തന്നെ അത് ഇൻ്റർവ്യൂ ആയിരുന്നില്ല. അഭിമുഖം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞ അർത്ഥം ബൈറ്റ് കൊടുത്തപ്പം എന്നുള്ള സെൻസിലെടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ഭയങ്കര സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഒരു തരം മധുര പ്രതികാരത്തിൻ്റെ ഒരു സുഖം എനിക്ക് തോന്നുന്നുണ്ട്. അത് വേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരണം അവൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, അദ്ദേഹത്തെ PV അൻവറിനെ PV അൻവറെ ധീരതയോടെ നയിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ വിവരമില്ലാത്ത കമ്മികളുടെ മുഖത്ത് കിട്ടിയ അടിയായിട്ട് ഞാൻ കാണണേ. എങ്ങനെയാണ് 2016 PV അൻവറോടെ സ്ഥാനാർത്ഥിയായിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ചരിത്രം മുഴുവൻ എനിക്കറിയാം. അത് പേയ്മെൻറ്റ് സീറ്റായിരുന്നു. CPM-ൻ്റെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവിന് എത്ര പൈസ കിട്ടിയിരുന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് എനിക്കറിയില്ല എന്നേ ഉള്ളൂ. എങ്ങനെയാണ് അദ്ദേഹം വന്ന റൂട്ട് എന്നുള്ള എനിക്കറിയാം. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ മുഖേനയൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഒഴുക്കുകളൊക്കെ ഉണ്ടാവുന്നത്. അതിലേക്കുള്ള സ്റ്റെപ്പ് എന്ന രീതിയിലുള്ള ആദ്യം അദ്ദേഹം 2011 ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയെ പിന്നിലാക്കിക്കൊണ്ട് അദ്ദേഹം 2ാം സ്ഥാനത്തെത്തുന്നു. UDF-ൻ്റെ PK ബഷീർ വിജയിക്കുന്നു. CPM-ൻ്റെ പല ആൾക്കാരും അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങി, അത് പരസ്യമായിട്ട്. അങ്ങനെ 2ാം സ്ഥാനത്തെത്തി വോട്ട് പിടിച്ചു. പിന്നീട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം MI ഷാനവാസിനെതിരെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു, പാർലമെൻറ്റിലേക്ക്. നന്നായി വോട്ട് പിടിക്കുന്നു. 35,000 വോട്ട് പിടിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. പ്രത്യേകിച്ചും ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിൽ നിന്ന് 10,000-ഓളം വോട്ടും തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്ന് 5,000-ഓളം വോട്ടും പിടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്തേക്ക് സ്റ്റെപ്പ് വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കച്ചവടത്തിൽ, രാഷ്ട്രീയം ഒരു കച്ചവടമായി കണ്ട ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് അത് നന്നായിട്ട് ഉപയോഗിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ PV അൻവറിനോട് അന്നൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി അടുത്ത നല്ല സൗഹൃദം ബന്ധമൊക്കെ ആയപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് എന്നോടൊന്നും വരെ മോശമായിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളും അനുഭവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തും പറയാനുള്ള സ്പേസ് തന്നിട്ടുണ്ട്. നമ്മളോടും ഇങ്ങോട്ട് ശാസിക്കാനും ഉപദേശിക്കാനും ഒക്കെ ഉള്ള രീതിയിൽ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് നിന്നിട്ടാണ് എപ്പോഴാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ശ്രദ്ധിക്കണം, ഇനിയും മദ്യപിക്കരുത്, അങ്ങനെ എന്ന് പറയും. പിന്നെ സെക്രട്ടറി മൂപ്പർക്ക് പിന്നെ പറയാൻ അർഹതയില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാറില്ല. കാരണം പുള്ളി നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ LFT ചെയ്യണം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നടത്തണം എന്നൊക്കെയാണ് പറയാറുള്ള ഒരു കൺസേൺ ആയിട്ടാണ് കാണുന്നത് അദ്ദേഹം. അപ്പോൾ ആ രീതിയിലുള്ള ഇഷ്ടവും ബഹുമാനവും സ്നേഹമൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. മറ്റ് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊക്കെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യപരമായി മുഖത്ത് നോക്കി പറയാനുള്ള സ്പേസ് വന്നിട്ടുണ്ട് അദ്ദേഹം. നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തട്ടെ, ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് 2016 ഞാനന്ന് ഗൾഫിലാണ് സ്ഥാനാർത്ഥിയാകുമ്പോഴും ഇലക്ഷൻ നടക്കുമ്പോൾ റിസൾട്ട് വരുമ്പോഴത്തേക്കാണ് ഞാൻ പ്രവാസം അവസാനിപ്പിച്ച് വരുന്നത്. മെയ് മാസത്തിൽ മെയ് മാസം 23-ാം തീയതി 24-ാം തീയതി ഞാൻ വന്നിട്ടാണ് വോട്ടെണ്ണൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഹോട്ടലിൽ റൂം എടുത്ത് നിന്നിട്ട് അവിടെ നിന്നാണ് റിസൾട്ട് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള വരവായിരുന്നു ഗൾഫിൽ നിന്ന്. അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് BJP ഓഫീസിൻ്റെ അപ്പുറത്തുള്ള ജാസ് ഹോട്ടലിലാണ് ഇരുന്നിട്ടാണ് ഞാൻ റിസൾട്ട് കാണുന്നത്. ആ സമയത്ത് ഈ ഇലക്ഷനിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞാനും അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ച ആളാണ്. അത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുകയും അദ്ദേഹത്തെ പല ആളെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയാക്കുന്നതിനകത്തുള്ള അനൗചിത്യം ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ പാർട്ടിയിൽ രക്തസാക്ഷികളായ ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ട്. CPM-ൻ്റെ അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന MR ജയചന്ദ്രനെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തതിൻ്റെ പേരിൽ പാർട്ടി മെല്ലെ അരിഞ്ഞ് മൂലയ്ക്കാക്കി ഇപ്പോൾ ലോക്കൽ കമ്മിറ്റിയിൽ ഇട്ടിരിക്കുക. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് ഇതിൻ്റെ പേരിലാണ്, ഇതിനെ എതിർത്തതിൻ്റെ പേരിലാണ് നടപടിയെടുത്തത്. എന്നിട്ട് അവിടെ VM ഷൗക്കത്താക്കിയെ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ ജില്ലാ സെക്രട്ടറി മെമ്പറായിട്ടുള്ള VM ഷൗക്കത്താക്കിയെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിച്ചു. ഇടക്കര ഏരിയ സെക്രട്ടറിയുടെ AT റജി ഏരിയ സെൻറ്റർ അംഗമായിരുന്നു. അദ്ദേഹത്തെയും പിടിച്ച് നടപടിയെടുത്തു വന്നു. ഒരുപാട് സഖാക്കൾ നടപടിയെടുത്തു. ഒരുപാട് പേര് മടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയവരുണ്ട്. എനിക്കറിയാവുന്ന പഴയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള മാത്യു ക്യാരണി, അദ്ദേഹം ഇപ്പോൾ CP ആയില്ല. ദിവാകരേട്ടൻ, അദ്ദേഹം സജീവമൊന്നുമല്ല, പാർട്ടിയിലുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് പേര് അവിടെ തെരുവിൽ പ്രതിഷേധ പ്രകടനങ്ങൾ കാണുന്നു. അപ്പോൾ അന്ന് എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഫേസ്ബുക്കിൽ പ്രവാസികളൊക്കെ ആയിട്ടുള്ളവർ തന്നെ SFIലൂടെ കടന്നു വന്നവരാ. അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഇടുന്നു. അൻവർക്ക അമ്പുക്ക എന്ന് പറഞ്ഞ തലയിലേറ്റ് വെച്ച് കൊണ്ട് നടക്കുന്നത്. എങ്ങനെയുണ്ട് നിൻ്റെയൊക്കെ മുഖത്തുള്ള കാർക്കിച്ച് തുപ്പലാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞപ്പം. എവിടെ പോയി? നിലമ്പൂരിൻ്റെ വിപ്ലവ സൂര്യൻ സഖാവ് കുഞ്ഞാലിക്ക് ശേഷം തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധി സഖാവ് PV അൻവർ എന്നൊക്കെ ബോർഡ് എഴുതി വെച്ച ഊച്ചാളികളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് CPM-നകത്തെ വിവരവും വിവേകവും ഉള്ളവരുടെ എണ്ണം കുറഞ്ഞു പോയിരിക്കുന്നു. അതിന് അന്തം കമ്മികളായിട്ടുള്ള അവരുടെ ഒരു ടീമായി മാറിയിരിക്കുന്നു. വെറും അന്തം കമ്മികൾ എന്ന് പറഞ്ഞാൽ, അതായത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന ആൾക്കാർ അതിനകത്ത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിപ്പോയിട്ടുണ്ട്. ഉള്ളവരൊക്കെ മാറി നിൽക്കുക. അവരൊക്കെ ഇപ്പം നിഷ്ക്രിയരാണ്. അവർക്ക് ഈ പോക്കിൽ താല്പര്യമില്ല. അങ്ങനെ അൻവർ ഫാൻസായിട്ട് നടന്നവന്മാരൊക്കെ ഇപ്പം എനിക്ക് അവരെയൊക്കെ ഫോൺ നമ്പർ ഒന്ന് വിളിക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ അവരൊക്കെ ശവത്തിൽ കുത്തുണ്ടാകുന്ന ചെയ്തിട്ടാ പലരും ഫേസ്ബുക്കിലൊക്കെ പ്രൊഫൈൽ ഫോട്ടോ അൻവർ എന്ന് പറഞ്ഞാണ് നടന്നിരുന്നു. എങ്ങനെയുണ്ട് കൊണ്ട് നടന്നവർ? നിന്നൊക്കെ ഇതിനെ പറ്റുള്ളടാ കമ്മി അടിമകളെ, അത്ര മനസ്സിലാക്കിക്കോ. നിന്നൊക്കെ ഇത്രയേ ഉള്ളൂ, പുല്ല് വിലയുള്ളൂ. യൂസ് ആൻഡ് ത്രോ എന്നുള്ളിടത്ത് നിന്നൊക്കെ എല്ലാവരും കാണുന്നത്.
എനിക്ക് കിട്ടിയ ആക്സസ് ഞാൻ മൂപ്പരെ എതിർത്ത ആളാണെന്ന് മൂപ്പർക്കറിയാം, മൂപ്പരെ വിമർശിച്ചിട്ടുള്ള ആളാണെന്ന് മൂപ്പർക്കറിയാം, മൂപ്പര് സ്ഥാനാർത്ഥിയായതിനോട് എതിർത്താണെന്ന്. പക്ഷേ നമുക്ക് നല്ല ആക്സസ് കിട്ടിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഇപ്പം ഇന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ള മറ്റൊരു ശ്രദ്ധേയമായ പരാമർശമുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റു ശ്രദ്ധേയമായൊരു പരാമർശം എന്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ പിന്നെ വർഗീയത പറയുകയാണ്, BJP പോലും വർഗീയതയല്ല പറയുന്നത്, ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിനെ കുറിച്ചാണ്, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ കാലങ്ങളായിട്ട് പറയുന്ന കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരർത്ഥത്തിൽ അദ്ദേഹം BJPയെ വിശദീകരിക്കുകയാണ്, വിളിപ്പിച്ചെടുത്തു. ഫാക്റ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ഉത്തർപ്രദേശിൽ വെക്കുന്നത്, ഗുജറാത്തിൽ വെക്കുന്നത് ഒക്കെ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ്, വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്, ശുദ്ധീകരണ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്, മാഫിയ രാജ്യനും ഗുണ്ടാ രാജ്യനും എതിരായിട്ടുള്ള ആശയ പ്രചരണമാണ് മുന്നോട്ട് വെക്കുന്നത്, സ്വച്ഛ് ഭാരതിലൂടെ സാധാരണക്കാരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ മുസ്ലിം വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള കേന്ദ്രങ്ങളിൽ വരെ BJPയോട് വിജയിക്കുന്നത്. അതിന്ന് PV അൻവർ UDFിലേക്ക് എടുത്തതിൻ്റെ ഇന്നലെ UDFിലേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നു, അസോസിയേറ്റ് മെമ്പറാക്കാൻ. തൊട്ടടുത്ത ദിവസം ഇന്ന് പറയുന്നു BJP പോലും വർഗീയത പറയുന്നില്ല, അവർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് CPM ഇത് പറയുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം BJP ഈസ് ബെറ്റർ ദാൻ CPM എന്ന് പറയുന്നൊരു ഫോർമുല കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങളതിനെ നിസ്സാരമായിട്ട് കാണണ്ട, നിങ്ങൾക്ക് കിട്ടേണ്ടത് അത്. നിങ്ങൾ കൊണ്ടുപോയി 9 കൊല്ലം ചുമന്ന് നടന്ന് 2 പ്രാവശ്യം നിങ്ങൾ പണിയെടുത്ത് വെയിലും കൊണ്ട് പിന്നെ മഴയും കൊണ്ട് വോട്ട് തേടി പിടിച്ചു കൊടുത്ത് ജയിപ്പിച്ച ആളിൽ നിന്നത് കേൾക്കുമ്പോൾ എനിക്കതിനകത്ത് ഭയങ്കര ഒരു സുഖം തോന്നുന്നുണ്ട്, ഒരു തരം വല്ലാത്ത അനുഭൂതി തോന്നുന്നുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് യോജിച്ചാണ് നിന്നത്. ഞാൻ പറഞ്ഞു, ഒരുപാട് പേർക്കതിൽ നടപടി എടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ പുള്ളിയായിട്ട് നല്ല ബന്ധത്തിലാണ്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നിന്നത്. പലയിടത്തുള്ള പല ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹമായിട്ട് അന്തിമമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ 15,000 വോട്ട് പിടിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ അദ്ദേഹം തമ്മിൽ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാൻ 2 ദിവസം മഞ്ചേരി പോയിട്ടാണ് താമസിച്ചത്, നിലമ്പൂരേക്ക് പോയില്ല. അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിലാണ് താമസിച്ചത്. എല്ലാ രീതിയിലും വളരെ ജെൻഡറായിട്ടുള്ള ഡീലായിരുന്നു. അതൊരു കൺസൾട്ടൻറ്റിൻ്റെ പണിയാണ് എടുത്തിട്ടുള്ളത്. ഇല്ലാത്ത നുണകളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പൂഴ്ത്തി പറയാനും പോയിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എതിർ സ്ഥാനാർത്ഥികളെ ഇല്ലാത്ത കുറ്റം പറഞ്ഞ് അധിക്ഷേപിക്കാൻ പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. വളരെ മാന്യമായിട്ട് നമ്മളൊരു കാര്യത്തിനകത്ത് കൈ കൊടുത്തു, അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അവർക്കും ബോധ്യമുണ്ട്. അങ്ങനെയായിരുന്നു ജെൻറൽ ഡീൽ. അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും കൂടി ഞങ്ങൾ 10-15 പേര് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾ 2 പേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ കൂട്ടത്തിലിരുത്തില്ല. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അതാ, ഇല്ലെങ്കിൽ അടച്ച റൂമിൽ ഞാനും അൻവർക്കയും മാത്രം ഇരുന്ന് സംസാരിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്, എല്ലാ രീതിയിലും എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്തത്. 2 ദിവസം, ഒരു ദിവസം നിന്ന് പിറ്റേന്ന് പോരാനുള്ള പരിപാടിയപ്പോൾ എന്നെ മുപ്പിൽ പറഞ്ഞു, ഒരു ദിവസം കൂടി നിൽക്കുക രാജാ, ഒന്നും കൂടി ഒന്നിരിക്കണം എന്ന് പറഞ്ഞതാണ്. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ ഇലക്ഷൻ ടൈമോട് അടുത്ത സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ ചിലപ്പോൾ ജയിച്ചു പോകുന്നതാണ്. ഞാൻ പറഞ്ഞ അതിന് സാധ്യത ഇല്ലയെന്നാണ് ഞാൻ അപ്പം തന്നെ പറഞ്ഞത്. ഇലക്ഷൻ്റെ തലേന്ന് എന്നോട് പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ജയിച്ചു വരും. ഞാൻ പറഞ്ഞില്ല അൻവർക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു. ഫോണിലൂടെ സംസാരിച്ചു. 2 ദിവസം എന്നോട് നിന്നിരുന്നത്. 2ാം ദിവസം പക്ഷേ കൊണ്ട് ഞങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് എഴുതിയപ്പോൾ നടന്നില്ല. ആ ദിവസം തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൻ്റെ ഇടയിലാണ് ഓടി വരുന്നത്. ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വിളിച്ചറിയിച്ച് വരുന്നത് വന്നിട്ട് വീണ്ടും അടുത്ത മീറ്റിങ്ങിന് പോവുക ചെയ്തത്. കുറേ നേരം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്നത്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വെടിക്ക് 2 പക്ഷിയായിരുന്നു. കാരണം അന്ന് അൻവർക്ക് ഒരു 15,000 വോട്ട് പിടിച്ചാൽ മാത്രമേ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. CPM അന്ന് തോക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറികേട് കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് പേയ്മെൻറ്റ് രീതിയിലേക്ക് പോവുക, ആരെങ്കിലുമൊക്കെ കണ്ട ഒരു ദിവസം കൊണ്ട് സുപ്രഭാതത്തിൽ സഖാവെ എന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. മൂപ്പരെന്നെ പറയണം, മൂപ്പരെ സഖാവെ എന്ന് വിളിച്ചപ്പോൾ മൂപ്പർക്ക് അപ്പോൾ ഉള്ളിൽ ചിരി വന്നിട്ടുണ്ടാവില്ലേ. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. BJP CPM-നേക്കാൾ നല്ല പാർട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ള ബോധ്യമുണ്ട്. മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അതിമനോഹരമായി പഠിച്ചിട്ടുള്ള ഒരാളാണ് PV അൻവർ. പിന്നെ ധീരനാണ്, ഭീരുത്വമില്ല, വരുന്നിടത്ത് വെച്ചിട്ട് കാണാമെന്നുള്ള മട്ടുണ്ട്. അതൊക്കെ എനിക്ക് മൂപ്പരോട് ചില സാമ്യതകൾ തോന്നിയിട്ടുള്ളൂ, ചില വൈബ് തോന്നിയിട്ടുള്ളൂ, അത്തരം ചില കാര്യങ്ങൾക്കൊക്കെ എത്താം. പിന്നെ കൂടെ നടക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നൊരു സ്വഭാവമുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അവിടെ CPM ഒന്ന് തോക്കണമെന്ന നിലപാട് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും എന്നോടും പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ നീങ്ങി. അപ്പോഴേ CPM തോക്കണമെന്നുണ്ടെങ്കിൽ അൻവർക്ക വോട്ട് പിടിക്കണം, അൻവർക്ക നന്നായി വോട്ട് പിടിച്ചാൽ മാത്രമേ പാവപ്പെട്ടിയൊക്കെ ജയിക്കുകയുള്ളൂ. എന്നാൽ പറയുമ്പോൾ സ്വരാജിനോട് ഇവരെക്കാളൊക്കെ കൂടുതൽ കാലത്തെ സുദീർഘമായ ബന്ധം എനിക്കുണ്ട്. അല്ല സ്വരാജാണോ ആരാണെന്നുള്ളതല്ല വിഷയം. 2016 തൊട്ടുള്ള ആ അകലം എൻ്റെ മനസ്സിനകത്തൊരു നോവായിട്ട് കടന്നിരുന്നു. അതിന് മധുര പ്രതികാരം വീട്ടാനുള്ള ഏറ്റവും മനോഹരമായ സുവർണാവസരമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പെ കണ്ടു എന്നുള്ളതാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ആവാതെയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിജയരാഘവൻ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള PV മെമ്പറാണ്. PK സൈനപ്പ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. സ്വരാജ് നിലമ്പൂരിൽ ജനിച്ചു വളർന്നിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഇവരൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഈ PV അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് പോലും അതിൻ്റെ ഫലം അവർ അനുഭവിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ വേണം. നീയൊക്കെ വെയിലും കൊണ്ട് മഴയും കൊണ്ട് പണി ഒഴിവാക്കിയിട്ട് വോട്ട് തെണ്ടിയതാണെന്ന് ബൈക്ക് റാലിക്കും പോയി, കൊടി കെട്ടാനും പോയി, പോസ്റ്റർ ഒട്ടിക്കാനും പോയി, നിൻ്റെയൊക്കെ സമയവും കളഞ്ഞ്, കുടുംബം നോക്കാൻ നേരമില്ലാതെ എല്ലാം കളഞ്ഞ് വീട് കയറാനും പോയി, ചെരുപ്പും തെയ്യും, എന്നിട്ട് വോട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർ അലവൻസും കാര്യങ്ങളൊക്കെ മേടിച്ച് പെൻഷനും മേടിക്കും MLA ആയിരുന്നതിൻ്റെ പേരിലുള്ള അതെല്ലാം മേടിച്ച് പോകും. നീയൊക്കെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് നമ്മളൊക്കെ എന്തെങ്കിലും വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മളെ തെറി വിളിച്ച് ഇരിക്കും. ഇത് തന്നെ. ഞാനൊന്നും ഇന്ന് വേറെ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് ഒരു നേതാക്കന്മാരൊന്നും പോയിട്ടില്ല. സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആക്കില്ല അവർ. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ അടിമ കമ്മികൾ എന്ന് പറയുന്നത്. നിങ്ങളിന്ന് സഖാക്കളെ എന്ന് വിളിക്കാൻ നിങ്ങൾ യോഗ്യരല്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും കാണുമ്പോഴത്തേക്ക് തന്നെ സഖാവ് കുഞ്ഞാലിക്ക് ശേഷം നിലമ്പൂരിൻ്റെ വീരപുത്രൻ ബോർഡുകളാണേ. സമര കേരളത്തിൻ്റെ സൂര്യ തേജസ് ബോർഡാണേ അവിടെ വെച്ചിട്ടുള്ളത്. നിലമ്പൂരിൻ്റെ സുൽത്താൻ, അതൊരു ഫ്യൂഡൽ പദമാണ്. അതുപോലെ ഈ സഖാക്കൾക്ക് അറിയില്ല. മലപ്പുറത്തിൻ്റെ സുൽത്താൻ എന്നാണ് ഡോക്ടർ KT ജലീൽ സാഹിബിനെ വിളിക്കുന്നത്. മൂപ്പർക്ക് തന്നെ ഒരു അർപ്പമൊന്നുണ്ടാവും ഉത്തരം ബോർഡുകൾ വെക്കുമ്പോൾ. മൂപ്പര് ഒരു മാന്യനായ മനുഷ്യനായതുകൊണ്ട് ഇവരെ എന്താ പറയുക, അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. ആൾക്കാരുടെ റേഞ്ചുള്ള മനുഷ്യനാണ്, ഒരു അക്കാദമിക് പശ്ചാത്തലമുള്ള ആളാണ്. സുൽത്താൻ ഈ വാക്ക് തന്നെ അരാഷ്ട്രീയതയുടെ ഉപോൽപ്പന്നാണ്, ഫ്യൂഡൽ പദമാണത്. ഓക്കെ, എന്തായിരുന്നാലും എനിക്ക് വളരെ നല്ല സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാനിപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല. 2, BJP പോലും ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുമ്പം, ഈ CPM ഇപ്പോഴും വർഗീയത പറയുന്നു എന്ന് പറയുമ്പം, ഇത്രയും കാലം തലയിലേറ്റി കൊണ്ട് നടന്ന നിങ്ങളെക്കാൾ മെച്ചം CPM അല്ല BJP ആണ് എന്ന് പറയുമ്പോൾ, BJPക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൂടി, ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി അൻവർ ഇതിനകത്തുകൂടെ വളരെ രഹസ്യമായി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.